നേരത്തെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പാലക്കാട്ടെ വോട്ടെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത് ബി.ജെ.പിക്ക് പ്രഹരമായി. സന്ദീപ് വാര്യരെ പരിഹസിച്ചാണ് ബി.ജെ.പി നേതൃത്വത്തിന്റെ പ്രതികരണം. എങ്കിലും സന്ദീപിന്റെ ബലിദാനി പരാമർശം പ്രചാരണത്തിൽ ആയുധമാക്കാനാണ് ബി.ജെ.പി തീരുമാനം. അനുനയിപ്പിക്കാൻ ബി.ജെ.പി നേതാക്കൾ ശ്രമിച്ചിരുന്നെങ്കിലും സന്ദീപ് വാര്യർ വഴങ്ങിയിരുന്നില്ല. കെ സുരേന്ദ്രനടക്കമുള്ളവർ അവഗണിക്കുന്നുവെന്ന പരാതിയും സന്ദീപ് തന്നെ കാണാനെത്തിയവരെ അറിയിക്കുകയും ചെയ്തു. കെ സുരേന്ദ്രനോടുള്ള അതൃപ്തിയും കോൺഗ്രസിൽ ചേർന്നുള്ള വാർത്താസമ്മേളനത്തിൽ സന്ദീപ് തുറന്നു പറഞ്ഞു. ഞാൻ ഇന്ന് ഈ നിമിഷം കോൺഗ്രസിന്റെ ആഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിന്റെയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമാണ്. പിന്നാലെ സന്ദീപ് വാര്യരെ കണക്കറ്റ് പരിഹസിച്ച കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ. വി ഡി സതീശനും സുധാകരനും ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നീണാൾ വാഴട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മുങ്ങുന്ന കപ്പലിലേക്കാണ് സന്ദീപ് പോയതെന്ന മുന്നറിയിപ്പുമായി പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരും രംഗത്തെത്തി. സന്ദീപ് വാര്യരെ അവഗണിക്കുകയെന്ന നിലപാടായിരുന്നു തുടക്കം മുതൽ നേതൃത്വത്തിന്. എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സന്ദീപിന്റെ കൂടുമാറ്റം തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും ബി.ജെ.പി നേതൃത്വത്തിനുണ്ട്. ബി.ജെ.പിയുടെ പ്രതിരോധം ഇങ്ങനെ: വി ഡി സതീശൻ ശ്രീനിവാസന്റെയും സഞ്ജിത്തിന്റെയും കൊലയാളികളുടെ ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെയാണ് സന്ദീപിനെ കോൺഗ്രസിൽ ചേർത്തത്. ബലിദാനികളുടെ ഫോട്ടോ വെച്ച് ബി.ജെ.പി വോട്ട് തേടുന്നുവെന്ന സന്ദീപിന്റെ പരാമർശവും ബി.ജെ.പി ആയുധമാക്കിയേക്കും. കോൺഗ്രസിലേക്കുള്ള കൂടുമാറ്റം ബലിദാനികളുടെ പേര് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ നേരിടുമെന്നാണ് നേതൃത്വം പറയുന്നത്. 24 പാലക്കാട്.